പിന്നെ പറ്റുന്ന സഹായങ്ങൾ ചെയ്യാമെന്നും പറഞ്ഞു. എല്ലാവരും പറഞ്ഞ് പറ്റുന്നതിൽ പരമാവധി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് സഹായങ്ങളെല്ലാം. ഇപ്പം രണ്ടെണ്ണം തീറ്റ തിന്നുന്നില്ല, ബാക്കിയുള്ള കുഴപ്പമൊന്നുമില്ല. വിഷ്ണു സുരേഷ് ഇടുക്കിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു സുരേഷ്, എപ്പോഴാണ് മന്ത്രിമാരുടെ സന്ദർശനം? വേണു, അല്പസമയത്തിനകം തന്നെ മന്ത്രിമാർ എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. ജെ ചിഞ്ചുറാണിയും ജില്ലയുടെ ചുമതലയുള്ള റോഷി അഗസ്റ്റിനും എത്തും. അതോടൊപ്പം തന്നെ നടൻ ജയറാമും ഈ കുട്ടികൾക്ക് സഹായഹസ്തം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 5 ലക്ഷം രൂപ നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെയാണ് അതിദാരുണമായ ഈ സംഭവം ഉണ്ടാകുന്നത്. 13 പശുക്കളാണ് ഈ മരിച്ചീനി തുണ്ട് കഴിച്ചതിനെ തുടർന്ന് മരിച്ചത്. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വലിയ ആഘാതം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നാലെ തന്നെ സർക്കാരും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളും ഇവിടെയുള്ള നാട്ടുകാരും എല്ലാം കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന കാഴ്ച, അതൊരു വലിയ സന്തോഷം നൽകുന്നൊരു കാഴ്ച തന്നെയാണ്. അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ഉറപ്പാക്കുമെന്ന് ആളുകൾ പറഞ്ഞിരുന്നു. ഇന്നലെ രാവിലെ മുതൽ തന്നെ ഇവിടെ ജനപ്രതിനിധികൾ എല്ലാവരും ഉണ്ട്. വലിയാമറ്റം പഞ്ചായത്തിൻ്റെ പ്രതിനിധികൾ എല്ലാവരും ഉണ്ട്. വലിയാമറ്റം പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്കൊപ്പം ചേരുകയാണ്. ഇന്നലെ നമ്മൾ വലിയ സങ്കടത്തോടെയാണ് ഈ വാർത്ത കേട്ടത്. പക്ഷേ ഇപ്പോൾ പൊതുസമൂഹത്തിൻ്റെ ആകെ ഒരു ചേർത്ത് പിടിക്കൽ ഈ 2 കുട്ടികളെയും ചെയ്യുന്നുണ്ട്. സർക്കാർ ഉൾപ്പെടെ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. എനിക്കിതിനകത്ത് പറയാനുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വളരെ നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ തന്നെ ഉണ്ടായി. ഞാൻ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ഒരു സഹകരണം നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. തുടർന്നും അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ആ കൊച്ചിൻ്റെ അമ്മ വളരെ വേദനയോടുകൂടിയാണ് പറഞ്ഞത്. പിതാവ് മരണപ്പെട്ടപ്പോൾ വിഷ്ണു, ഒന്ന് അവരോട് തുടരാൻ പറയുക. ഞാനിപ്പോൾ എത്താം. നടൻ ജയറാം ടെലിഫോൺ ലൈനിലുണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ. അതുകൊണ്ടാണ് വിഷ്ണു അവരോട് പറയുക, പഞ്ചായത്ത് ജനപ്രതിനിധിയോട് പറയുക ഒരു അല്പസമയം ഒന്ന് തുടരാൻ. ശ്രീ ജയറാം, താങ്കൾ എപ്പോഴാണ് ഈ കുട്ടി കർഷകരുടെ വീട് സന്ദർശിക്കുക? ഇനി ഒരു അരമണിക്കൂറിൽ എത്തുന്നതാണ്. ഏകദേശം തൊടുപുഴ എത്താറായി. അവിടെ ചെന്നിട്ട് ഇവരോട് എന്താണ് പറയാനുള്ളത്? ഇല്ല, വേറൊന്നുമില്ല സർ. ഇത് നേരിട്ട് ഒരു സാമ്പത്തിക സഹായം നൽകാൻ തന്നെയാണ് പോകുന്നത്. അത് വേണമെങ്കിൽ അവർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ട് വഴിയോ ഒന്ന് അയച്ചു കൊടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ അതിനേക്കാൾ ഉപരി നേരിട്ട് ചെന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു സമാധാനിപ്പിക്കാനുള്ളൊരു അർഹതയുള്ള ആളാണ് ഞാൻ. കാരണം 20 വർഷമായിട്ട് ഇതേപോലെ പശുക്കളെ വളർത്തുന്ന ആളാണ് ഞാൻ. ഇതേപോലെ തന്നെ ഈ കുട്ടികൾക്ക് ഉണ്ടായ ഒരു അനുഭവം ഉണ്ടായ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. 22 പശുക്കളാണ് ഇതേപോലെ വിഷപരമായ എന്തോ അകത്ത് ചെന്ന് എന്റെ തൊഴുത്തിൽ മരണപ്പെട്ടത് ഒറ്റ ദിവസം കൊണ്ട്. അപ്പൊ അന്ന് ഞാൻ അനുഭവിച്ച വേദന, അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ ഈ ഓരോ പശുക്കൾക്കും പേരിട്ട് വിളിക്കുന്ന എന്റെ ഭാര്യ അനുഭവിച്ച വേദന, ഞങ്ങൾ കരഞ്ഞത്. അപ്പോ തീർച്ചയായിട്ടും കുട്ടികളുടെ അടുത്തൊരു 10 മിനിറ്റ് ഇരുന്ന് ആ കുട്ടികളെ സമാധാനിപ്പിക്കാനുള്ള ഒരു യോഗ്യതയുള്ള ആളാണ് ഞാൻ. അപ്പോ അത് മാത്രമല്ല, പെട്ടെന്ന് ഞങ്ങളുടെ ഒരു സിനിമയുടെ ഒരു ഫംഗ്ഷൻ നടത്താതിരിക്കുകയായിരുന്നു. നാളെ എബ്രഹാം മോസ്ലർ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ട്രെയിലർ ലോഞ്ചും എല്ലാം ഒരു വലിയ രീതിയിൽ നടക്കാതിരിക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് അതിന്റെ നിർമ്മാതാക്കളുമായിട്ട് സംസാരിച്ചപ്പോൾ അവരും പറഞ്ഞു, നമുക്ക് എന്തിനാണ് ഫംഗ്ഷൻ, വേണ്ട, അത് വിട്ടേക്കാം. അതിന് വെച്ചിരുന്ന പൈസ ഉണ്ടായിരുന്നു ഒരു 5 ലക്ഷം രൂപ. അത് ആ കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് കൊടുത്തോളാൻ പറഞ്ഞു. അത് എന്നെ ഏൽപ്പിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ കാര്യമാണ്. ഈ സർക്കാരും ഈ ബന്ധപ്പെട്ട വകുപ്പുമൊക്കെ നല്ല രൂപത്തിലുള്ള ഇടപെടൽ ഈ മേഖലയിൽ നടത്തുന്നു എന്നതും പ്രധാനമല്ലേ ശ്രീ ജയറാം? തീർച്ചയായിട്ടും സാർ. 7 വർഷമായിട്ട് കേരള ഫീഡ്സിന്റെയും കന്നുകാലി വളർത്തലിന്റെയും അതിനുമായിട്ട് ബന്ധപ്പെട്ട ക്ഷീരകർഷകരുടെയും ഒക്കെ അതൊരു ബ്രാൻഡ് അംബാസഡറാണ് ഞാൻ. കഴിഞ്ഞ 5 വർഷമായിട്ട് ചിഞ്ചുറാണി മാമിന്റെ കൂടെ, ഇപ്പോഴത്തെ മിനിസ്റ്റർ ചിഞ്ചുറാണി മാമിന്റെ കൂടെ സമ്പദ സഹചാരിയാണ് ഞാൻ. ഞാൻ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും ക്ഷീരകർഷകർക്ക് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും അവർക്ക് ബോധവൽക്കരണ ക്ലാസ് എടുക്കാനും എല്ലാം മാം എന്നെയാണ് കൊണ്ടുപോകാറുള്ളത്. പല സ്ഥലങ്ങളിൽ ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പൊ മാമുമായിട്ട് ഞാൻ അവർ ഇമ്മീഡിയറ്റ് ആക്ഷനാണ് എടുത്തിട്ടുള്ളത്. അവരിപ്പോ ഒന്ന് കുഞ്ഞുങ്ങളെ കണ്ടിട്ട് പോവുകയും ചെയ്തു. അവർക്കൊരു പെട്ടെന്ന് റിയാക്ഷൻ ഉണ്ടാവും തീർച്ചയായിട്ടും. ശ്രീ ജയറാം, ഈ കുട്ടിക്കർഷകരെ നേരത്തെ അറിയാമോ? പ്രത്യേകിച്ച് മാത്യുവിനെ. മാത്യു ഒരു വലിയ ഫൈറ്ററാണ്. എനിക്ക് അങ്ങനെ നേരിട്ട് പരിചയമില്ല സർ. എനിക്ക് ഇതേപോലെ കുഞ്ഞുങ്ങൾ ഒരുപാട് അറിയാം. ഈ പശുക്കളൊക്കെ എന്റെ കുഞ്ഞുങ്ങൾ മതിയല്ലോ. കണ്ണനും ചക്കിയും കുട്ടിക്കാലം തൊട്ട് എന്റെ ഈ തൊഴുത്തിൽ ഓരോ പശുക്കൾക്കും പേര് വെച്ച് കൊണ്ട് അതിനെ കെട്ടിയിട്ട് എല്ലാം അവരാ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ എന്തുമാത്രം അടുപ്പമാണ് ഇതിനോട്. അപ്പൊ ആ കുട്ടികളുടെ വിഷമം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമുക്ക്. വളരെ നന്ദി ശ്രീ ജയറാം, ഈ ഇടപെടലിന്, ആ കുട്ടികളെ പറ്റി ആലോചിച്ചതിന്, അവർക്ക് പണം നൽകാനെടുത്ത തീരുമാനത്തിന്, അവരെ നേരിട്ട് കാണാൻ കാട്ടുന്ന മനസ്സിന് വളരെ നന്ദി. വിഷ്ണു സുരേഷ് ഇടുക്കിയിൽ നിന്ന് തുടരുന്നുണ്ട്. വിഷ്ണു, ജനപ്രതിനിധികൾ എന്താണ് പറയുന്നത്?
വേണു, ഇന്നലെ മുതൽ തന്നെ ജനപ്രതിനിധികൾ ഈ വീട്ടിലുണ്ട്. അവരെല്ലാവരും ഈ കുട്ടികൾക്കും അതോടൊപ്പം കുടുംബത്തിനും വേണ്ട സഹായങ്ങളെല്ലാം വാഗ്ദാനം ചെയ്യുന്നുണ്ട്, ഉറപ്പിക്കുന്നുണ്ട്. നമ്മളോടൊപ്പം മാത്യുവിൻ്റെയും ജോർജിൻ്റെയും മാതാവ് ചേരുന്നുണ്ട്. വലിയ സങ്കടം ഉണ്ടാക്കിയൊരു വാർത്തയാണ് ഇന്നലെ. ഇപ്പോൾ പക്ഷേ എല്ലാ ആളുകളും മന്ത്രിമാരുൾപ്പെടെ വിളിച്ചിരുന്നു. എന്താണ് പറയാനുള്ളത്? അവരുടെയൊക്കെ ഒരു പിന്തുണ എങ്ങനെയുണ്ട്? ഇന്നിപ്പം മന്ത്രി വന്നു കഴിയുമ്പോൾ എല്ലാവരും കൂടി തീരുമാനം എടുത്ത് പറയാമെന്നാണ് എന്നോട് പറഞ്ഞത്. എന്താണ് സംഭവിച്ചത്? അന്ന് അമ്മയോടെ ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ അടുത്തുള്ള ഡ്രയറിൽ നിന്ന് കപ്പ തൊലി ഉണങ്ങി കൊടുക്കുന്നതാണ്. അപ്പോൾ മിനിങ്ങാന്ന് അതുവരെ ഒരു ഏകദേശം 8 മണി കഴിഞ്ഞ് കാണും. അന്നേരം ഞങ്ങൾ എന്നും കൊടുക്കുന്ന പോലെ ആ അളവിൽ കപ്പത്തൊലി കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വീടിൻ്റെ ഈ മുറ്റത്തേക്ക് വന്നപ്പോഴത്തേനും തൊഴുത്തിന്ന് പതുക്കെ തെന്നുന്നത് പോലെ കേട്ടു. ഇളയ കൊച്ച് ഞാൻ ഓടി ചെന്നപ്പോഴത്തേനും എല്ലാം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുവാണ്. എല്ലാം ഒരേ രീതിയിൽ നിമിഷ നേരം കൊണ്ട് എല്ലാം വീണു കഴിഞ്ഞു. ഞങ്ങൾക്ക് അറിയാവുന്ന പ്രാഥമിക ശുശ്രൂഷയും മരുന്നുകളെല്ലാം കൊടുത്തെങ്കിലും ഒന്നും ഏറ്റില്ല. ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഞായറാഴ്ച ദിവസം അവധി ദിവസം ആയതുകൊണ്ട് ഡോക്ടർമാർക്ക് എത്താൻ താമസം വന്നു. എല്ലാവരും പിന്നെ രാത്രി സമയമായിരുന്നല്ലോ. ഇനിയിപ്പോൾ നമുക്ക് മന്ത്രിമാരോടും സർക്കാരിനോടൊക്കെ എന്താണ് പറയാനുള്ളത്? എന്താണ് നമ്മുടെ ഒരു ആവശ്യം? ഇപ്പോൾ തൊഴുത്തൊക്കെ ഉണ്ട്, ഇനി ബാക്കി പശുക്കളെ വേണമെന്നുള്ളതാണോ? എന്താണ് നമ്മുടെ ഒരു ആവശ്യം? ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഈ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സായിരുന്നു ആ പശുക്കൾ. അതാണ് ഇല്ലാതായിരിക്കുന്നത്. അതുകൊണ്ട് ഇവരെ അത്തരത്തിലുള്ളൊരു ചേർത്തുപിടിക്കൽ കൂടി കുടുംബത്തിന് ഏറ്റവും അത്യാവശ്യമായി വേണം. എന്ത് തരത്തിലുള്ള സഹായമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നുള്ളത് ഇനി അറിയേണ്ടതുണ്ട്. ഇന്നലെ മിൽമയുടെ ചെയർമാൻ ഇവിടെ എത്തി 45,000 രൂപയോളം നൽകിയിരുന്നു. അതിനുശേഷം തുടർ നടപടികളും തുടർ സഹായങ്ങളും ഉണ്ടാകുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. 13 പശുക്കളാണ് മരിച്ചത്. 5 പശുക്കളുടെ നില ഗുരുതരമായി തുടരുന്നു. അതിൽ 3 പശുക്കൾ റിക്കവർ ആയിട്ടുണ്ട്. 2 എണ്ണം ഇപ്പോഴും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത രീതിയിൽ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതും പെട്ടെന്ന് തന്നെ റിക്കവർ ആകും എന്നുള്ളത് ആളുകൾ ഈ ഡോക്ടർമാരുമായി സംസാരിക്കുമ്പോൾ വ്യക്തമാക്കുന്നു. മറ്റ് കാരണങ്ങളൊന്നുമില്ല. മരണകാരണമായി നമ്മൾ ഇന്നലെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അവർ പറയുന്നത്. ഈ കപ്പയിൽ നിന്നുണ്ടായ പ്രശ്നങ്ങൾ തന്നെയാണ്. ഇന്നലെ നിലവിൽ ഈ വാർത്ത വലിയ സംസ്ഥാന വ്യാപകമായി ഈ കുട്ടികളെ എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ചയാണ്. നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവമാണ്. ഏത് തരത്തിലുള്ള സഹായമാണ് നമ്മുടെ നാട് അവർക്ക് വേണ്ടി നൽകാൻ ഉദ്ദേശിക്കുന്നത്? അവർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അവരുടെ ഉപജീവനമാർഗ്ഗം ഇപ്പോൾ തീർന്നിരിക്കുകയാണ്. നിലവിൽ രോഗിയായിട്ടുള്ള വല്യപ്പൻ ഇവിടെ കിടപ്പുണ്ട്. പുള്ളി കിടപ്പ് രോഗിയാണ്. അതുപോലെ തന്നെ വിധവയായിട്ടുള്ള അമ്മയാണ്. മക്കളുണ്ട്. പിള്ളേർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഇതുകൊണ്ടാണ് ജീവിതം കഴിഞ്ഞ് പോയിക്കൊണ്ടിരുന്നത്. അവർക്ക് അവരുടെ ജീവിതം മുമ്പോട്ട് പോകാൻ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അത് സർക്കാർ മുൻകൈ എടുത്ത് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ തന്നെ പെട്ടെന്നൊരു ഇടപെടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. മന്ത്രിയും അതോടൊപ്പം തന്നെ മിൽമയുടെ ചെയർമാനൊക്കെ ഇന്നലെ വന്നിരുന്നു. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടലുണ്ട് എന്നൊരു കരുതായി ഘട്ടത്തിലല്ലേ? സർക്കാരിൻ്റെ ഞാൻ മിനിസ്റ്റർ റോഷി ഹാസിൻ്റെ പാർട്ടി കേരള കോൺഗ്രസ് എമ്മിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ജോസി വേളാച്ചേരിയാണ്. അദ്ദേഹം മുൻകൈ എടുത്ത് തന്നെ ഇവർക്ക് വേണ്ടത് ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനോടകം തന്നെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല, ഇവർക്ക് വേണ്ട സഹായങ്ങൾ ഉറപ്പാക്കും. നേരത്തെ ആ അമ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് ഇല്ലാതായിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാകണം. അതല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ബാധ്യത ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും. അത്തരം ഇടപെടൽ ഉണ്ടാകും എന്ന് ഇന്നലെ മന്ത്രിമാർ ഉറപ്പ് നൽകിയിരുന്നു. അതിനി ഏത് തരത്തിലായിരിക്കും? സാമ്പത്തിക സഹായമാണോ അതല്ലെങ്കിൽ പശുക്കളെ വാങ്ങി നൽകുകയാണോ എന്താണ് എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. മറ്റ് സുമനസ്സുകളും ഒരുപാട് പേർ ഈ സഹായ ഹസ്തവുമായി എത്തിയിട്ടുണ്ട്. ജയറാമിനെ പോലെ തന്നെ മറ്റാളുകളും ഇങ്ങോട്ടേക്ക് സഹായവുമായി എത്തിയിട്ടുണ്ട്. ഈ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നോക്കിയാൽ മനസ്സിലാകും ഈ വീട്ടിൽ അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള ആളുകൾ എത്രത്തോളം സങ്കടത്തിലായിരുന്നു ഈ വാർത്ത അറിഞ്ഞതിന് ശേഷമെന്ന്. കാരണം മാത്യുവും ജോർജും അത്രമേൽ പ്രിയപ്പെട്ടതായാണ് ഈ പശുക്കളെ അവർ നോക്കിയത്. സ്വന്തം ജീവൻ പോലെ അവർ സൂക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ കൊണ്ടു നടന്നിരുന്ന പശുക്കളാണ്. പുതിയ തലമുറയൊക്കെ കൃഷിയോട് വിട്ടു നിൽക്കുന്നു എന്ന് പറയുന്ന ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് മാത്യുവും ജോർജും എല്ലാം വ്യത്യസ്തമാകുന്നത്. അവർക്കാണ് ഇത്തരത്തിലൊരു ദുസ്ഥിതി ഉണ്ടായത്. അതുകൊണ്ട് അവരെ പൊതുസമൂഹം ഇതിനോടകം തന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അവരെ കൂടുതൽ ശക്തമായി അവർക്കൊപ്പം ഉണ്ടാകുമെന്നൊരു സന്ദേശം കൂടിയാണ് ഈ ജനക്കൂട്ടവും മന്ത്രിമാരുടെ ഇടപെടലും എല്ലാം സൂചിപ്പിക്കുന്നത്. വേണു, വിഷ്ണു സുരേഷാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.